എന്റെ പേര് നീതു സുരേഷ്. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം കാട്ടാക്കടയിലെ ലിയ കൺവെൻഷൻ സെന്ററിലാണ്. ബാദ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ചെയർപേഴ്സണും മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജിജി ജോസഫ് മാമിന്റെ മകളുടെ വെഡിങ് റിസപ്ഷൻ ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അടുത്തേറി കണ്ടാലോ? ഇന്നത്തെ ഈ ഒരു ഇവന്റിന് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ചലച്ചിത്ര മേഖലയിൽ നിന്ന് നിരവധി പ്രമുഖരാണ് ഇവിടെ എത്തിച്ചേരാൻ പോകുന്നത്. കൂടാതെ ഒരുപാട് പെർഫോമൻസ്, ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിപ്പോ ഡെക്കർ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഡാൻസും ഒക്കെ കംപ്ലീറ്റ്ലി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ട്രിവാൻഡ്രത്തെ നമ്പർ 1 ഇവന്റ് ടീമായിട്ടുള്ള സുലേഖ ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് ആണ്. മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ എല്ലാ ഇവന്റ്സിനും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത കാണും. ഇവരുടെ വെഡിങ്ങും അതുപോലായിരുന്നു. ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായിരുന്നു വെഡിങ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നടക്കാൻ പോകുന്ന വെഡിങ് റിസപ്ഷനും കുറേയേറെ പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടാലോ?
എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഞാൻ ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മാമിൻ്റെ സ്ഥിരം ഞാനൊരാളാണ്. മെഡിക്കോം ഫെസ്റ്റിവലിന് ഞാൻ ഒരു 2-3 വർഷമായിട്ട് മാം വിളിക്കാറുണ്ട്, ഞാൻ വരാറുണ്ട്. എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ പോലെയാണ് മാമിൻ്റെ ഓരോ വളർച്ചയും ഞാൻ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ മാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പ്രിയപ്പെട്ട ദമ്പതിമാരെ, വളരെയേറെ സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഇന്നലെ കല്യാണത്തിന് കാണുമ്പോൾ തന്നെ ഇത്രയും യോജിപ്പുള്ള ജോഡികൾ ഞാൻ അടുത്ത കാലത്ത് ഒന്നും കല്യാണത്തിന് കണ്ടിട്ടില്ല. അത്ര നല്ല യോജിപ്പുള്ള ജോഡികളാണ്. എല്ലാവർക്കും നമസ്കാരം. ജിജി ജോസഫ് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവി എന്നതിനുപരിയായി സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ടേറെ നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ജിജി. തീർച്ചയായും അവരുടെ കുടുംബത്തിലെ ഒരു മംഗളകരമായ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷം. ജീവിതത്തിൻ്റെ മറ്റൊരു പടവ് കയറുകയാണ് കുടുംബം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കുടുംബ ജീവിതത്തിലേക്ക് പദമൂന്നുന്ന എൻ്റെ കൊച്ചനുജനും അനുജത്തിക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം. ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃക എന്ന നിലയിൽ ഡോക്ടർക്കൊക്കെ ആ പാത പിന്തുടർന്ന് എന്നെപ്പോലെ നാളുകളിൽ വേറൊരു സമൂഹം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും മാതൃകയാണ് എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള കുടുംബജീവിതത്തിൻ്റെ മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന്
ഏറ്റവും വളരെ സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ ശ്രീമതി ജിജി ജോസഫിൻ്റെ മരുമകൻ എല്ലാവരും നിൽക്കുന്ന വേദിയിൽ അവരെ ആശംസിക്കാനായിട്ട് 2 വാക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ ആളുകളാണ്. അദ്ദേഹത്തിന് ഇന്നിവിടെ ഇല്ലായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം വരാത്തത്. അപ്പം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ചെന്ന് അവരെ 2 പേരെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം മല പോലെ അല്ല, പിന്നെ എന്ത് പറയാൻ, വെള്ളം പോലെ ഒഴുകി എത്തിയിരിക്കും. വളരെയേറെ സന്തോഷമുണ്ട്. ഡോക്ടർ ജ്യോതിക്കും നമ്മുടെ പിന്നെ അഡ്വക്കേറ്റ് ഋതിക്കിനും എല്ലാവിധമായ ആശംസകളും ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും. ഞാൻ പൂജപ്പുര രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കലാകാരനാണ്. ഇപ്പം KB ഗണേഷ് കുമാറിൻ്റെ കൂടെയാണ്. അദ്ദേഹവും ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ കലാകാരത്തനം എല്ലാം നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോണിലൂടെ ഒരു ചുരണ്ടിയാൽ മതി, കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും കിട്ടും. അങ്ങനെ ഇരിക്കുന്ന ഒരാളിൻ്റെ ആളാണ് ഞങ്ങളെല്ലാവരും. ശ്രീമതി ജിജി ജോസഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ ഈ നാട്ടിലെ ആൾക്കാർക്കും എല്ലാം ശ്രീമതി ജിജി ജോസഫിനെ അറിയാം. അവരുടെ ഈ നല്ല ഒരു സത്കർമ്മം ഞങ്ങളും കൂടെ പങ്കുകൊണ്ടതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാം ആ സന്തോഷം അറിയിക്കണം. എല്ലാം നല്ലത് വരട്ടെ. ആത്മാർത്ഥമായി ദൈവം എല്ലാം നല്ലതും കൊടുക്കട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഏറെ പ്രിയങ്കരിയായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ജിജി മേഡം. എപ്പോഴും ഞാൻ അത്ഭുതത്തോടു കൂടി കാണുന്നു. പ്രത്യേകിച്ച് വനിതകളൊക്കെ ഒരു സ്വന്തം കാലില് അങ്ങനെ സ്റ്റേണായി നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാ വനിതകൾക്കും അഭിമാനമുണ്ട്. അങ്ങനെ കാണുന്ന ജിജി മേഡത്തിൻ്റെ മക്കളുടെ വിവാഹം അതിനെന്നെ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. എനിക്ക് ഫോണിൽ വിളിച്ചാൽ മതിയെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് പോലും എൻ്റെ വീട് കണ്ടുപിടിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി നേരിട്ട് വന്ന് കല്യാണ കത്തൊക്കെ എന്നെ ഏൽപ്പിച്ച് പ്രത്യേകിച്ച് ക്ഷണിച്ചതാണ്. പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ഡോക്ടർക്കും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഋതിക്കിനും വിവാഹമംഗള ആശംസകൾ നേരുകയാണ് ജില്ലാ പഞ്ചായത്ത്.
ഈ ശബ്ദത്തിന് പറ്റിയതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ നമ്മുടെ പ്രിയങ്കരിയായ ജിജി ജോസഫ് മാഡത്തിന്റെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാനുള്ളത് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. നമ്മൾ എന്തെല്ലാം സാഹചര്യത്തിൽ ജീവിക്കുന്നു, അത്രത്തോളം എത്തിയില്ലെങ്കിലും നമ്മുടെ മനസ്സ് അടുത്തുള്ള ആളുകളെ സഹായിക്കുന്നതിലേക്ക് എത്തിച്ചേരണം എന്നുള്ള എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നതും അത് തന്നെയാണ്. ആ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇനിയുള്ള കാലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യം തന്നെ. അതുപോലെ ഒരു വക്കീലും ഒരു ഡോക്ടറും കൂടെ ഒന്ന് ഒരുമിക്കുകയാണ്. പ്രിയങ്കരിയായ ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ പ്രിയങ്കരിയായ നമ്മുടെ മാഡത്തിന്റെ മകൾ റോഷ്ന, ജ്യോതിക, അതുപോലെ തന്നെ ഹൃദിക് അഡ്വക്കേറ്റ് ആണ്. ഏത് കോടതി പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞത്. അപ്പോ ഹൃദിക്കിനും ജ്യോതികയ്ക്കും ഇനിയുള്ള ഒരുപാട് കാലം ഒരുമിച്ച് സന്തോഷത്തോടെ ഇണക്കങ്ങളും ഒക്കെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതുപോലെ അവരുടെ മക്കൾക്കും സന്തുഷ്ടമായി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് പൃഥ്വിക്ക് പേടിക്കുന്ന പോലെ വലിയ സംഭവമൊന്നുമില്ല. ഒരു പൂവില്ലേ, ഇത് ഞാൻ ഇവിടെ ഈ ഒരു കൗച്ചിന് വെക്കും. ഒരു സോങ് നമ്മൾ അവിടുന്ന് പ്ലേ ചെയ്യും. അപ്പം നിങ്ങൾ ഈ പാട്ടിന്റെ ഇടയ്ക്ക് സ്റ്റെപ്സ് ഇടുന്നതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു പോർഷനിൽ ഓൺ നീസില്ല മുട്ടുകുത്തി ജ്യോതികയ്ക്ക് ഈ പൂ കൊടുക്കണം. ഇപ്പോഴെങ്ങും അല്ല, പാട്ട് കുറച്ച് സ്റ്റെപ്സ് ഇടുക. ഫോർ ദ ഫോട്ടോസ് ആൻഡ് ഫോർ ദ വീഡിയോസ്. ആൻഡ് ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളൊരു പെർഫോമൻസ് കാണാൻ. അപ്പൊ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? പാട്ട് ഏതാണെന്ന് ഇവർക്ക് അറിയില്ല, എനിക്ക് മാത്രം അറിയുന്ന പാട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഋത്വിക്കാണ് അവിടെ പോയി.
അതായത് നമ്മുടെ പദവിമാർക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അന്തരിച്ചു പോയ പ്രിയങ്കരായ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹം അന്തരിക്കുന്ന സമയങ്ങളിൽ ശബ്ദത്തിലുണ്ടായിരുന്ന വേരിയേഷൻ നമുക്കറിയാം. അപ്പം ആ ഒരു ചേഞ്ച് വന്ന വോയിസ് ആണ്. നമസ്കാരം. നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എന്താണ് ജീവിതത്തിലേക്ക് കൈപിടിച്ച് ദൈവങ്ങൾക്ക് ആദ്യം തന്നെ എല്ലാവിധ വിവാദമംഗളാശംസകൾ ഞാൻ നേരുകയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ നടത്തിപ്പുകാരി രുചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കരയുന്നവന്റെ കണ്ണീരൊപ്പാൻ വിശക്കുന്നവന്റെ വയറ്റിൽ വിശപ്പ് മാറ്റാൻ കഴിയുന്ന ഒരു സഹോദരിയാണ്. കാരുണ്യത്തിന്റെ കൈവശം നേടുന്ന ഈ മനുഷ്യന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഏതായാലും അതിവേഗം ദൂരം എല്ലാ വിജയങ്ങളും നോക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ്. ഏതായിരുന്നാലും ഈ കല്യാണത്തിന് അതിമനോഹരമായി ദൈവം അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ബാക്കി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഋതിക്കിനും ജ്യോതിക്കും വിവാഹ ആശംസകൾ നേരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്റെ പേരിലും അവർക്ക് നല്ല ഒരു വിവാഹ ജീവിതം ആശംസിക്കുകയാണ്. അവരുടെ വിവാഹ ജീവിതം കൂടുതൽ സന്തോഷപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഋത്വികിനെയും ജ്യോതികയും കണ്ടപ്പോൾ. നൈസ് പെയർ. ദൈവം കൂട്ടിച്ചേർത്ത ഈ ദമ്പതിമാര് ദീർഘകാല സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടുകൂടിയും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഡോക്ടർ ജ്യോതിക, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഏറെ പ്രിയപ്പെട്ടവരാണ്. കഴിഞ്ഞ കുറേ കാലമായി ഡോക്ടർ ജ്യോതികയുമായി ഈ കുടുംബവുമായി ഞങ്ങൾക്കുള്ള അടുപ്പം വളരെ വലുതാണ്. ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങളോടും ഏറെ സ്നേഹത്തോടു കൂടി അടുപ്പത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി ഡോക്ടർ കുടുംബവും ഇടപഴകുന്നത്. ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടി ഈ സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. സ്നേഹത്തോടു കൂടി കുഞ്ഞുങ്ങളുടെ ആശംസ.
ഓക്കെ, അപ്പൊ മാമിനോട് ഞാൻ ഒഫീഷ്യലി കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. ഇന്നത്തെ ഒരു പ്രൗഡ് മൊമെന്റ് എന്താണ് ഇന്നത്തെ ഈ കംപ്ലീറ്റ് ഹെൽത്തി വെഡിങ് റിസപ്ഷൻ, ഇത് വെഡിങ് ഫംഗ്ഷൻ എല്ലാം ചേർത്തിട്ട് മാമിന് എൻറ്റയർലി ഈ മൊമെന്റിനെ കുറിച്ച് എന്താണ് പറയാനാണ്? പറയാനായിട്ടില്ല, പ്രവൃത്തിയിലൂടെയാണ് ഞാനിവിടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ മൂവ്മെന്റ്, അതാണ് എന്നോടൊപ്പം സഹകരിച്ച് ഞാൻ വിളിച്ച എൻ്റെ VIP-കളായിട്ടുള്ളതും രാഷ്ട്രീയക്കാരായിട്ടുള്ളതും ആർട്ടിസ്റ്റുകാരുമായിട്ട് ഇന്നലെ മുതൽ കൽവി മുതൽ എന്നോടൊപ്പം ഈ നിമിഷം വരെ എന്നോടൊപ്പം സഹകരിച്ച ആദ്യമേ അവർക്കും നിങ്ങൾക്കുമാണ് ആദ്യമേ ഞാൻ നന്ദി പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് എളുപ്പമുള്ള ഒരു കാര്യമില്ല. അച്ഛനില്ല, അമ്മയില്ല, ഭർത്താവില്ല, എല്ലാവരുടെയും ഒരു അനുഗ്രഹമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതും എൻ്റെ മകളുടെ വിവാഹം ഇന്ന് ഇത്രയും നല്ല ഗംഭീരമായിട്ട് നടത്താനും എനിക്ക് സാധിച്ചത് അവരുടെയൊക്കെ ഒരു അനുഗ്രഹവും ഞാൻ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ട് ഉണ്ട്. അത് തന്നെയാണ് എൻ്റെ വിജയം. ഈ മൂമെന്റ്, അതായത് എൻ്റെ മകളുടെ വിവാഹം, അത് ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നേക്കാൾ അപ്പുറം ഞാനും ആഗ്രഹിച്ചു. അതും നന്നായിട്ട് ഇന്ന് പൂർത്തീകരിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. വന്നവർക്കും മീഡിയ പ്രവർത്തകർക്കും ഇവിടെ എൻ്റെ ക്ഷണം സ്വീകരിച്ച എല്ലാവർക്കും, പയ്യൻസിന്റെ ആൾക്കാർക്കായിക്കോട്ടെ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുകയാണ് ഈ നിമിഷം. താങ്ക്സ്. അങ്ങനെ അതിഗംഭീരമായിട്ട് നമ്മുടെ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ എല്ലാമായിട്ടുള്ള ജിജി മാമിന്റെ മകൾ ഡോക്ടർ ജ്യോതികയുടെയും അഡ്വക്കേറ്റ് ഋത്തിക്കിന്റെയും വെഡിങ് റിസപ്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് മേഖലയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരെ വിഷ് ചെയ്യാനായിട്ട്. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരും ചേർന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.